أعوذ بالله من الشيطان الرجيم. وعد الله الذين آمنوا منكم وعملوا الصالحات ليستخلفنهم في الأرض كما استخلف الذين من قبلهم وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم أمنا يعبدونني لا يشركون بي شيئا ومن كفر بعد ذلك فأولئك هم الفاسقون. അവിടെ എന്താ ചെയ്യേണ്ടത്? അല്ലാ എന്ന പദത്തിനെ മുഫഖമാക്കി ഉച്ചരിക്കണം. പിന്നെ വഅദല്ലാഹുല്ലദീന, അല്ലദീനയിൽ അലിഫിന് കൂട്ടിയൊതുമ്പോൾ ഉച്ചാരണം ഉണ്ടാവില്ല, വസിലിൻ്റെ ഹംസയാണ്. ആമനു അവിടെയൊക്കെ രണ്ട് കതറാണ് നീട്ടേണ്ടത്. നു എന്ന് കഴിഞ്ഞിട്ടുള്ള അലിഫിന് ഉച്ചാരണം ഉണ്ടാവില്ല. മിൻകും ആ സാക്കിന നൂനിന് എന്ത് ചെയ്യണം? യഹ്ഫ ചെയ്യണം. മിൻകും. പിന്നെ വഅമിലു സ്വാലിഹാത്തി അവിടെയും അമിലു കഴിഞ്ഞിട്ടുള്ള അലിഫിന് ഉച്ചാരണമില്ല. അസ്വാലിഹാത്തിൽ അലിഫിനും ലാമിനും ഉച്ചാരണമില്ല. പിന്നെ ലയസ്തഗ്ലിഫന്നഹും ആ നൂനിനെ ഉന്നത്തോടു കൂടി ഉച്ചരിക്കണം. ഫിൽ അർ അവിടെയാണ് ശ്രദ്ധിക്കാനുള്ളത്. ഫി നീട്ടാണ്ടൊരു യാ, പിന്നെ ഒരു അലിഫുണ്ട്, അത് രണ്ടിനും ഉച്ചാരണമില്ല. ഫീൽ യാവിന് ഉച്ചാരണമില്ല, അൽ അർലിന് അലിഫിന് ഉച്ചാരണമില്ല. അപ്പം എങ്ങനെ ഓതണം? ഫിൽ അർ. പിന്നെ കമസ്തഖ്ലഫ അവിടെയും അതേപോലെ തന്നെ. കമാ ഇസ്തഖല പറഞ്ഞോളി എന്താണ്? യാ എന്തുകൊണ്ട് പോയി എന്നില്ല അല്ലേ? ഫീ എന്നുള്ളിടത്ത് യാവിനെന്താ അർക്കത്ത്? അവിടെ എന്തെങ്കിലും കാണുന്നുണ്ട് നിങ്ങൾ? ഒന്നുമില്ലാത്തത് സുക്കൂനാണ്. അലിഫും പത്തായും കസറും ഒന്നും ഇല്ലാത്തത് സുക്കൂനാണ്. പിന്നെന്താണ്? ഫീ കഴിഞ്ഞിട്ട് ഓതിയാണ് ഫില്ലാർ. ആ അലിഫിന് എന്താ അവിടെ ഉള്ളത്? അതിൻ്റെ മുകളിൽ സ്വാദുണ്ട് അല്ലേ? കുട്ടി സ്വാദുണ്ട്. അപ്പം ഈ യാവും സുക്കൂനാണ്, ഇതും കുട്ടി സ്വാദുള്ളതും സുക്കൂൻ തന്നെയാണ്. അപ്പം രണ്ട് സുക്കൂനുകൾ അടുത്ത് വന്നാൽ ഇൽത്തിഖാ ഉസാക്കിനൈൻ എന്ന് പറയും. രണ്ട് സുക്കൂനുകൾ തമ്മിൽ കണ്ടുമുട്ടിയാൽ എന്തുണ്ടാവില്ല? രണ്ടിനും ഉച്ചാരണം ഉണ്ടാവില്ല, രണ്ടാൾക്കും സീറ്റ് കൊടുക്കൂല. അല്ലെ? അപ്പം ഫിൽ അർ ഫി നീട്ടണ്ട. ആ കൂട്ടി ഓതുമ്പം ബസ്സിൻ്റെ അംസക്കും എന്തില്ല? ഉച്ചാരണമില്ല. ആ നിലക്ക് രണ്ടും പോവും. ഇനി കമസ്തഖലഫ അവിടെ അതേപോലെ തന്നെ കമാ നീട്ടാൻ ഒരു അലിഫുണ്ട്, ഇസ്തഖലഫയിലും ഒരു അലിഫുണ്ട്, രണ്ടിനും ഉച്ചാരണം ഉണ്ടാവില്ല. എങ്ങനെ ഓതണം? കമസ്തഖലഫ. കമാ ഇസ്തഖലഫ എന്നുള്ളത് എഴുത്തിൽ ഓതുമ്പം കമസ്തഖലഫ. പിന്നെ അല്ലദീന നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂട്ടി ഓതുമ്പോൾ ഉച്ചാരണം ഉണ്ടാവില്ല. അപ്പം എങ്ങനെ ഓതണം? കമസ്തഖലഫല്ലദീന. പിന്നെ മിൻ ഖബ്ലിഹിം ആ നൂനിന് എന്ത് ചെയ്യണം? യഖ്ഫ ചെയ്യണം. പിന്നെ വലയുമക്കിനന്ന അവസാനത്തെ നൂന് എന്ത് ചെയ്യണം? ഉന്നത്തോടു കൂടി പറയണം. വലയുമക്കിനന്ന ലഹും ആ മീമിനെ ഇൽഹാർ ചെയ്താൽ മതി. ദീനഹും അവിടെ കൂട്ടി ഓതുമ്പം ദീനഹുമുല്ലദീ ആ അലിഫിന് ഉച്ചാരണം ഉണ്ടാവില്ല. പിന്നെ അവിടെയും നിങ്ങൾ നേരത്തെ പറഞ്ഞ അതേ നിയമം തന്നെ. എങ്ങനെ? ദീനഹുമുല്ലദിർത്തള അവിടെ കണ്ടില്ലേ? യാ അല്ലദീലൊരു യാ ഉണ്ട്, പിന്നെ ഈ വരുന്നുണ്ട് അല്ലേ? വസിലിൻ്റെ അംസ വരുന്നുണ്ട്. അപ്പം എങ്ങനെ ഓതണം? ദീനഹുമുല്ലദിർത്തള റായിലേക്ക് ഒറ്റച്ചാട്ടം. ദീനഹുമുല്ലദിർത്തള. പിന്നെ തള എന്നവിടെ യാവിൻ്റെ മുകളിൽ അലിഫ് എഴുതിയണം, കാരണം അകാരമാക്കി ഉച്ചരിക്കാനാണ് യാവിനെ. പിന്നെ ലഹും അവിടെ ഇൽഹാർ ചെയ്താൽ മതി. പിന്നെ
വലയുബദ്ദിലന്നഹും ആ നൂനിനെ ഉന്നത്തോടു കൂടി പറയണം. പിന്നെ ഹും എന്നുള്ള മീമിനെ അടുത്ത മീമിലേക്ക് എന്ത് ചെയ്യണം? ഇദ്ഗാം ചെയ്യണം, ഉന്നത്തും വേണം. അപ്പം എങ്ങനെ ഓതണം? വലയുബദ്ദിലന്നഹും മിൻ. പിന്നെ മിൻ എന്നുള്ള സാക്കിനായ നൂനിന് എന്ത് ചെയ്യണം? ഇഖ്ലാബ് ചെയ്യണം. അപ്പം എങ്ങനെ ഓതണം? മിൻ ബഅദി. ഇഖ്ലാബ് പറഞ്ഞാൽ നൂനിൻ്റെ ശബ്ദത്തെ, അവിടെ നൂനാണ് എഴുതിയത്, ആ നൂനിൻ്റെ ശബ്ദത്തെ എന്താക്കണം? മീമിൻ്റെ ശബ്ദമാക്കി മാറ്റണം. അതിനാണ് മുകളിൽ ചെറിയ കുട്ടി മീമിട്ടുണ്ടാവും. മിൻ ബഅദി. പിന്നെ ഖൗഫിഹിം അംന. പിന്നെ യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി. അവിടെയൊക്കെ രണ്ട് കതിർ നീട്ടുക. യഅ്ബുദൂനനി യുശ്രികൂന ലാ യുശ്രികൂന ബി ഷൈഅ. പിന്നെ വമൻ കഫറ ആ നൂനിന് എന്ത് ചെയ്യണം? യഫ്ഫ ചെയ്യണം. ബഅദ ദാലിക ഫഉലൈക. നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? 4 മുതൽ 6 കത് വരെ ലാ എന്നുള്ളത് നീട്ടണം. പിന്നെ ഉബുലായിക്ക എന്ന് ഓതാൻ പാടുണ്ടോ? ഇല്ല. വാവുമ്മ സുക്കൂന് മുദബ്ബറായ സുക്കൂന് വന്നാൽ ഉച്ചാരണം ഉണ്ടാവില്ല. ഹുമുൽ ഫാസിഖൂൻ. അവിടെ അൽ ഫാസിഖൂൻ അലിഫിന് ഉച്ചാരണം ഇല്ല, വസലിൻ്റെ അംസയാണ്. ഫാസിഖൂൻ എന്ത് ചെയ്യണം? വഖഫ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? 6 കതിർ വരെ നീട്ടി ഉച്ചരിക്കണം. ആയത്തെല്ലാവരും കൂടി ഒന്ന് ഓതിക്കാൻ. വഅദല്ലാഹ് തജ്വീദിൽ എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഒന്ന് ചോദിക്കാണ്ടോ? അതെ, അത് ഇതാണ് അലിഫ് വാവ് യാ അങ്ങനത്തെ അക്ഷരത്തിന്മേൽ സുക്കൂന് വരിക. സുക്കൂൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ അത് ഫതഹ് കസർ ലൊമ്മില്ലാത്ത അവസ്ഥ. അവിടെ ഖുർആനിൽ ഈ സുക്കൂൻ എഴുതിയിട്ടുണ്ടാവില്ല. ഇത് ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി എഴുതിയതാ. സുക്കൂൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫതഹില്ല, കസറില്ല, ലൊമ്മില്ല, ഹർക്കത്തില്ലാത്ത അവസ്ഥക്കാണ് എന്ത് പറയാ? സുക്കൂൻ എന്ന് പറയാം. അപ്പം അങ്ങനെ ഹർക്കത്തില്ലാത്ത അലിഫ് വാവ് യാ കാണുകയാണെങ്കിൽ അങ്ങനത്തെ 2 എണ്ണം ഒപ്പരം അതിന് അലിഫും യാവും വന്നാലും പിന്നെ അലിഫും വന്നാലും പിന്നെ അലിഫും വാവും വന്നാലും ഒന്നും ഉണ്ടാവില്ല. ഇൽത്തിക്കാ സാക്കിനേൻ എന്ന ഇൽത്തിക്കാ കാരണം എന്താ? കണ്ടുമുട്ടുക. സാക്കിനേൻ എന്ന് പറഞ്ഞാൽ 2 സുക്കൂനുള്ള ആളുകൾ കണ്ടുമുട്ടുക. അപ്പം എന്താവും? 2 ആൾക്കും സീറ്റ് ഉണ്ടാവില്ല, അവിടെ ഉച്ചാരണം ഉണ്ടാവില്ല. അതാണ് എല്ലായിടത്തും നിയമം. ആ അടിസ്ഥാനത്തിൽ തന്നെയാണ് അല്ലദിർ തല. പിന്നെ ഏതെങ്ങനെ നിങ്ങൾ ചോദിച്ചേ? കമസ്തഖലഫ. അവിടെയൊക്കെ അതന്നെ. കമാ നീട്ടാൻ അലിഫ്, ഇസ്തഖലഫയിൽ അലിഫും രണ്ടും സുക്കൂനുള്ളതാണ്, ഹർക്കത്തില്ലാത്ത അവസ്ഥയാണ്. പിന്നെ വേറെന്തെങ്കിലും അർത്ഥം പറഞ്ഞോളി. വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും. വഅദല്ലാഹ്, അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ആർക്ക്? അല്ലദീന ആമനു, വിശ്വസിച്ചവർക്ക്, വിശ്വാസം സ്വീകരിച്ചവർക്ക് അള്ളാഹു വഅദ ചെയ്തിരിക്കുന്നു. മിൻകും, നിങ്ങളിൽ നിന്ന്. വഅമിലുസ്സാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും അമലുസ്സാലിഹാത്ത് പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കും. എന്താ വാഗ്ദാനം ചെയ്തത്? ലയസ്തഗ്ലിഫന്നഹും ഫിൽ അർദ്, ഭൂമിയിൽ നാം അവർക്ക് പ്രാതിനിധ്യം നൽകും, അല്ലെങ്കിൽ അവരെ പ്രതിനിധികളാക്കും. പ്രാതിനിധ്യം നൽകുക തന്നെ ചെയ്യും, അല്ലെങ്കിൽ പ്രതിനിധികളാക്കുക തന്നെ ചെയ്യും. ഖലീഫയാക്കും. കമസ്തഗ്ലഫ, അള്ളാഹു പ്രാതിനിധ്യം നൽകിയതുപോലെ അല്ലെങ്കിൽ ഖലീഫയാക്കിയതുപോലെ.
അല്ലദീന മിൻ ഖബ്ലിഹിം, ഇവർക്ക് മുമ്പുള്ളവരെ അള്ളാഹു ഖലീഫയാക്കിയതുപോലെ, വല യുമക്കിനന്ന ലഹും ദീനഹും, അവരുടെ മതത്തിൽ അവർക്ക് സ്വാധീനം നൽകും അല്ലെങ്കിൽ സൗകര്യം നൽകും, അല്ലദിർത്തലാലഹും, അവർക്ക് അള്ളാഹു തൃപ്തിപ്പെട്ട് നൽകിയ ആ മതത്തിൽ, വലയുബദ്ദിലന്നഹും, അവർക്ക് പകരം നൽകും, മിൻ ബഅദി ഖൗഫിഹിം, അവരുടെ ഭയത്തിൻ്റെ അവസ്ഥയ്ക്ക് ശേഷം, അംന, നിർഭയത്വം പകരം നൽകും, യഅ്ബുദൂനനി, അവർ എന്നെ ആരാധിക്കണം, ലാ യുശ്രികൂന ബി ശൈഅ, എന്നിൽ ഒരു കാര്യവും ഒന്നിനെയും അവർ പങ്കു ചേർക്കുകയും ചെയ്യരുത്. വമൻ കഫറ ബഅദ ദാലിക, ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം, ഇതൊക്കെ പറഞ്ഞിട്ട് അവർ നന്ദികേട് കാണിക്കുന്നവരാരോ അവർ, ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ, ആ വിഭാഗം ആളുകൾ തന്നെയാണ് ഫാസിഖീങ്ങൾ, അധർമ്മകാരികൾ, തമ്മാടികൾ എന്ന് പറയുന്നത്. റിവേഴ്സ് എടുക്കുക. വഅദ, വാക്കിൻ്റെ അർത്ഥം വാഗ്ദാനം ചെയ്തു, അല്ലേ? ഇനി നമ്മൾ കുറച്ച് ഭാഷ പഠിക്കുക. വാഗ്ദാനം എന്ന് നമ്മളെ ഭാഷയിൽ എപ്പോഴാണ് നമ്മൾ വാഗ്ദാനം എന്നുള്ളതിന് മറ്റൊരിത് പ്രോമിസ്, നമ്മളെപ്പോഴാണ് ഈ വാഗ്ദാനം ചെയ്യൽ? ഇപ്പൊ കുറേ വാഗ്ദാനം കഴിഞ്ഞു പോയിട്ടുള്ളൂ. എലക്ഷൻ, അല്ലേ? ഇന്നങ്ങൾ ജയിപ്പിച്ചാൽ എന്തുണ്ടാവും? ഞാൻ ഈ പള്ളിൻ്റെ മുകളിൽ കൂടെ പാലുണ്ടാക്കും, നിങ്ങൾക്കൊന്നും ബസ്സിൽ പിന്നെ വരണ്ട, എവിടേക്ക് ഫൈഹേക്ക്, പിന്നെന്താ ഞാനിവിടെ പിന്നെ എന്ത് ട്രെയിനാണ് പറയല്, സ്വർഗരാജ്യം, ഒരു ട്രെയിനിൻ്റെ പേരില്ലേ, മെട്രോ പണിയും ഞാൻ, പിന്നെന്താ നിങ്ങൾക്ക് ആവശ്യമുള്ളത്? അതൊക്കെ ഞാൻ നൽകും, അല്ലേ? ഞാൻ ഈ ഏരിയ മുഴുവൻ സിറ്റിയാക്കി മാറ്റും, ഇവിടെ പിന്നെ റെയിൽവേ സ്റ്റേഷൻ കൊണ്ടുവരും, അത് കൊണ്ടുവരും, ഇത് കൊണ്ടുവരും, ഇതൊക്കെ ഞാൻ വാഗ്ദാനം ചെയ്യണ. എന്ത് ചെയ്യണം? നിങ്ങൾക്ക് വോട്ട് ചെയ്യണം കേട്ടോ, അല്ലേ? അതാണ് സംഗതി. ഇത്തരം രംഗത്താണ് നമ്മൾ വാഗ്ദാനം ചെയ്യാറുള്ളത്. എന്നാൽ അള്ളാഹുവിൻ്റെ വാഗ്ദാനവും നമ്മുടെ വാഗ്ദാനവും തമ്മിലുള്ള വ്യത്യാസം ഒരുപാട് വ്യത്യാസമുണ്ട്. ഞാൻ ഇപ്പം നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞ് ഞാൻ തെരഞ്ഞെടുപ്പിൻ്റെ പിന്നെ എന്താ പറയുക, അവസാനത്തെ ഇതിനെന്താ പറയല്, കലാശക്കൊട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പം ഞാൻ വണ്ടിയിലാട് വെച്ച് മരിച്ച് നടക്കുമോ? പിന്നെന്തെങ്കിലും വാഗ്ദാനമൊക്കെ കൊളായി, അല്ലേ? തോറ്റാലോ വാഗ്ദാനം കൊളായി. ഇനി ജയിച്ചാലോ ഈ പറഞ്ഞൊക്കെ കിട്ടുമോ? അതും കിട്ടൂല. അപ്പം മനുഷ്യൻ്റെ വാഗ്ദാനം ഒരിക്കലും ദുനിയാവിൽ വെച്ച് പൂർത്തിയാക്കാൻ സാധിക്കൂല മുഴുവൻ. കാരണം എന്താ? അവൻ്റെ ഉണ്മ എന്ന് പറയുന്നത് നാളെ ഉണ്ടാവുമോ? ഓൻ്റെ ജീവൻ ഓനാ ഉടമപ്പെടുത്തണ? ഇല്ല, റബ്ബിൻ്റെ കയ്യിലാ. ഞാൻ ഇപ്പം നാളെ ഇവിടെ ജീവിച്ചിരിക്കോ? ഈ വാഗ്ദാനം ചെയ്തിട്ട് നടപ്പാക്കാൻ ഞാൻ ഇവിടെ ഉണ്ടാവോ? എനിക്കെന്നെ അറിയൂല. ഇനി ഞാൻ ഉണ്ടായാൽ തന്നെ ഞാൻ പറഞ്ഞതൊക്കെ നടപ്പാക്കാനുള്ള കഴിവ് എനിക്കുണ്ടോ? ഇല്ല, അള്ള തരണം, അല്ലേ? ഞാൻ പറയണൊക്കെ നടപ്പാക്കാൻ എനിക്ക് കഴിയോ? ഇല്ല, അതും അള്ള തരണം. പിന്നെ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ അള്ള എന്നെ സംബന്ധിച്ചിടത്തോളം പരിധി വെച്ച താക്കത്തെ എനിക്കുള്ളൂ. ഒരു പരിധി ഉണ്ട് എനിക്ക്, അപ്പുറം എനിക്കൊന്നും ചെയ്യാനും സാധിക്കൂല. പിന്നെ എൻ്റെ കഴിവുകളോ അതും പരിധി ഉള്ളതാണ്, ആ കഴിവിനപ്പുറം എനിക്കൊന്നും ചെയ്യാൻ സാധിക്കൂല. പിന്നെ എൻ്റെ അറിവോ അതും പരിധിയുള്ളതാണ്, അല്ലേ? പിന്നെ എൻ്റെ സാധ്യതകൾ, എനിക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ടാവും, ചെയ്യാൻ പറ്റാത്ത. അപ്പോൾ ആ ചെയ്യാൻ പറ്റുന്ന സാധ്യതകൾ തന്നെ പരിധിയുള്ളതാണ്. ഇങ്ങനെ മനുഷ്യൻ്റെ ഓരോ കാര്യത്തെപ്പറ്റി എടുത്തു നോക്കുമ്പോഴും അവൻ ചെയ്യുന്ന വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ ഒരു പക്ഷേ അവന് സാധിച്ചോളുന്നില്ല, അവസരം കിട്ടിക്കോളുന്നുണ്ടില്ല, മനസ്സിലുണ്ടെങ്കിലും ചിലപ്പോൾ നടപ്പായിക്കോളണമെന്നില്ല. ഇതാണ് മനുഷ്യൻ ചെയ്യണ വാഗ്ദാനത്തിൻ്റെ പ്രത്യേകത. ചിലരെന്ത് ചെയ്യും? കള്ള വാഗ്ദാനം ചെയ്യും, കിട്ടിയതുമായിട്ട് കൊണ്ട് ഓടുന്ന ആളുകളുണ്ടാവും. ഇതാണ് നമ്മൾ കണ്ടുകൊടുക്കുന്ന വാഗ്ദാനം. എന്നാൽ ഈ വാഗ്ദാനം ആരാ ചെയ്യണത്? സൃഷ്ടാവായ അള്ളാഹു. സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ വാഗ്ദാനം നടപ്പാകുക തന്നെ ചെയ്യും. ഇന്നല്ലാഹ
ലാ യുഖ്ലിഫുൽ മീആദ് അല്ലേ? അള്ളാഹുവിൻ്റെ വാഗ്ദാനം അള്ളാഹു ഒരിക്കലും ലംഘിക്കൂല. അത് ഉറപ്പായിട്ടും ഉണ്ടാവുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. അതാണ് അള്ളാഹുവിൻ്റെ വാഗ്ദാനവും മനുഷ്യൻ്റെ വാഗ്ദാനവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ വാഗ്ദാനം അവൻ ചെയ്യണ പ്രോമിസുകളൊക്കെ നടപ്പാക്കാൻ ഒരു പക്ഷേ അവസരം കിട്ടാതെ പോകും. അല്ലെങ്കിലോ വേറെന്തെങ്കിലും ആകസ്മികമായി സംഭവിക്കും എന്നുള്ള. എന്നാൽ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അള്ള പറഞ്ഞത് കിട്ടും. അതിനുള്ള യോഗ്യത നമുക്ക് വേണം എന്ന് മാത്രം. അതുകൊണ്ട് ആദ്യത്തെ യോഗ്യത അള്ളാഹു പറയുന്നത് എന്താ? അല്ലദീന ആമനു, വിശ്വാസം എന്ന് പറയുന്ന കാര്യം സ്വീകരിക്കണം. വിശ്വാസം സ്വീകരിച്ചവർക്കാണ് എന്ത് കിട്ടുക? അള്ള പറയുന്ന ഓഫർ, അള്ള പറയുന്ന വാഗ്ദാനം, അതിന് അർഹരാവുക. പിന്നെ പറയുന്ന എന്താ വാക്ക്? മിൻ ഖും. നമ്മളൊന്ന് ഉണ്ടാക്കി നോക്കിയാണ്. നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവർക്കും അമൽ സാലിയാത്ത് ചെയ്തവർക്കും അള്ളാഹു ഇന്ന കാര്യം ഓഫർ ചെയ്യുന്നു എന്ന് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാക്കുക? ഏകദേശം അറബി പഠിച്ചവരൊന്നും ഉണ്ടാക്കി നോക്കിയാണ്. അതേ സ്റ്റൈലിൽ തന്നെ ഉണ്ടാക്കിയാൽ മതി. അള്ളാഹു വഅദല്ലാഹുല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് മിൻകും അവസാനം നമ്മൾ വെക്കുക. നിങ്ങളിൽ നിന്ന് അമൽ സാലിയാത്ത് പ്രവർത്തിക്കുകയും നിങ്ങളിൽ നിന്ന് വിശ്വാസം സ്വീകരിക്കുകയും ചെയ്തവർ എന്നല്ല നമ്മൾ ഉണ്ടാക്കുക. ഞാനൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അറബി, അതാണ് അറബിൻ്റെ സ്റ്റൈല്. ആ മിൻകും കൊണ്ടുപോയി വെക്കേണ്ടി എവിടെ? ലാസ്റ്റില വെക്കേണ്ടി. പക്ഷെ അള്ള വെച്ചതോടെ അല്ലദീന ആമനു കഴിഞ്ഞിട്ടാ. അപ്പം അതിൽ ടെക്നിക്ക് ഉണ്ട്, ഒരു സൂത്രമുണ്ട്. വെറുതെ കൊണ്ടുപോയി വെച്ചല്ല അള്ളാഹു ആ പദം അവിടെ. എന്തിനാണത്? വിശ്വാസം സ്വീകരിച്ചവർ മിൻകും, നിങ്ങളിൽ നിന്ന്. അത് പറയാനൊരു കാരണമുണ്ട്. എന്തായിരിക്കും കാരണം? മിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തബഈലിൻ്റെ അർത്ഥമുണ്ട് എന്നാ. എന്താ ഈ തബീല്? കുറച്ചാളുകൾ, അല്പം അല്ലേ? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തലവ തടയണോടത്ത് അല്പം തടവിയാലും മതി എന്നുള്ളതിന് എന്താ കൊണ്ടുവന്നത്? വംസഉ, നിങ്ങൾ തല തടവാന്നുള്ളതിന് എന്ത് പറഞ്ഞാൽ മതി? വംസഉ റൂസക്കും എന്ന് പറഞ്ഞാൽ മതി. ഖുറാനിലുള്ളതോ വംസഉ ബിറുഊസിക്കും അല്ലേ? നിങ്ങളെ തലനെ കൊണ്ട് തടവുക എന്നതിൻ്റെ അർത്ഥം അല്ല. അവിടെ ആ തലൻ്റെ അല്പം ഭാഗം തടയുക എന്നാണ് ഇമാം ഷാഫി അർത്ഥം വെച്ചത്. അങ്ങനെ അല്ല, പക്ഷെ ആ ബാളിനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ആ ബാളിൻ്റെ അർത്ഥമുണ്ട്. അപ്പം ഷാഫിയാക്കളൊക്കെ എന്ത് ചെയ്തു? ഇങ്ങനെ തടാൻ തുടങ്ങി. ഇങ്ങനെ തടയൂല ഒരു. അങ്ങനെയാണ് അത് ഉണ്ടായത്. അതിനൊരു കാരണമുണ്ട്. ആ ആണ് ഓല് തെറ്റിപ്പോയ ഒരു റൂട്ട് തെറ്റിയ ആ ആണ്. ആ ബാഗിനവിടെ ബാളിൻ്റെ അർത്ഥം ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. ഇതേ പ്രകാരം നമ്മളങ്ങനെ തടയാൻ പാടില്ല. കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത് കാണിച്ചത് എങ്ങനെ? അതാണ് അതിൻ്റെ ഏറ്റവും വലിയ തഫ്സീർ അല്ലേ? അപ്പം അത് വേറെ വിഷയം. ഇവിടെ മിൻകും എന്ന് കൊണ്ടുവന്നത് അല്ലാഹു തആല വഅമിലു സ്വാലിഹാത്തിൻ്റെ മുമ്പാണ്. അങ്ങനെ കൊണ്ടുവരാനുള്ള കാരണം വിശ്വാസം എന്ന് പറയുന്നത് വിശ്വസിച്ച എല്ലാവർക്കും അള്ളാഹുവിൻ്റെ വാഗ്ദാനത്തിന് ഒരു യോഗ്യരാവോ? ഇല്ല. വിശ്വാസം എന്ന് പറയുമ്പോൾ പല ദർജകളുണ്ട്, ഒരുപാട് ദർജകളുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് അല്ലാഹു തആല വിശ്വാസികളെ വിളിക്കുന്നിടത്ത് യാ അയ്യുഹല്ലദീന ആമനു, പിന്നെന്താണ്? ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ. കണ്ടങ്ങൾ, നിങ്ങൾ പ്രവർത്തിക്കാത്തത് എന്തിനാ കൂട്ടരെ വിശ്വാസികളെ? നിങ്ങൾ അല്ലാഹു തആല ഞാനിപ്പോൾ പറയുന്നുണ്ട്, പക്ഷെ എൻ്റെ പ്രവർത്തനത്തിലില്ല. എന്നിട്ട് അള്ളാഹ് എന്നെ വിളിച്ചത് യാ അയ്യുഹല്ലദീന ആമനു. അപ്പം ഞാൻ ആരാ? വിശ്വാസി തന്നെയാണ്. വിശ്വാസിയുടെ ആ സർക്കിളിൽ നിന്ന് ഞാൻ പോണില്ല. പക്ഷേ പറയുന്നത് പ്രവർത്തിക്കണ വിശ്വാസിയും പറയുന്നത് പ്രവർത്തിക്കാത്ത വിശ്വാസിയും തമ്മിൽ വ്യത്യാസമില്ലേ? അതുകൊണ്ടാണ് അല്ലദീന ആമനു മിൻകും. ആ വിശ്വാസത്തിൻ്റെ ദറജ, അതിൻ്റെ ആ വിശ്വാസം എന്ന് പറയുന്നത് ആ വിശ്വാസത്തിൻ്റെ പരിപൂർണമായ എല്ലാ സർക്കിളുകളും ഉൾക്കൊള്ളണം. അപ്പോഴേ അത്തരം ആളുകൾക്ക് അള്ളാഹു എന്ത് ചെയ്തിട്ടുള്ളൂ? ഞാനും വിശ്വാസിയാണ് എന്ന് പറയുന്ന, ഞാൻ വിശ്വാസി തന്നെയാണ്,
ആ വിശ്വാസി എന്ന് പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ആ വിശ്വാസിയുടെ ഗണത്തിൽപ്പെട്ടത് കൊണ്ടോ അള്ളാഹ് ചെയ്ത ആ പ്രോമിസ് കിട്ടൂല. ഇനി ഒന്നുകൂടി നമുക്കത് വ്യക്താവും. എങ്ങനെയാണ് പിന്നെ അള്ളാന്റെ വാഗ്ദാനം നടപ്പാവും എന്നുള്ളതിന് ഒരുപാട് തെളിവുകളെ ഇഹലോകത്ത് വെച്ച് തന്നെ അള്ളാഹു തആല കാണിച്ചു കൊടുത്തിട്ടുണ്ടെന്നാ. നിങ്ങൾക്കറിയോ, പിന്നെ അദി ഇബ്നു ഹാത്തിം എന്ന് പറയുന്ന ഒരു രാജാവ് ഒരിക്കൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ കണ്ടുമുട്ടുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ വീട്ടിലേക്ക് കൊണ്ടുപോയി. കാരണം രാജാവൊക്കെ ആണല്ലോ അല്ലേ. റസൂലുള്ളാഹി അവിടെ പ്രബോധനം നടത്തിയ കൂട്ടത്തിൽ എന്താ നിങ്ങൾക്ക് ഈ ദീനിൽ ഇങ്ങോട്ട് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ എന്താ നിങ്ങൾക്ക് തടസ്സമായി നിൽക്കണത്? നബി എന്നെ പറയാ, നിങ്ങൾ കാണണ എൻ്റെ അനുയായികളായ മുസ്ലിങ്ങളൊക്കെ എൻ്റെ അനുചരന്മാരൊക്കെ പരമദരിദ്രരായത് കൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ പ്രയാസമല്ലേ എന്ന് അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി എന്നുള്ള. അല്ലെങ്കിൽ നിങ്ങളെ തടയണത് പിന്നെ ലോകത്ത് ഏറ്റവും വലിയ മുൽക്കും സുൽത്താനുമൊക്കെ ഉള്ളതായിരിക്കാണ്, മുസ്ലിങ്ങൾക്കല്ല. നബിയുടെ കാലത്ത് ഉള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റി ജീവിച്ച ആ അഹ്ലു സുഫത്തിന്റെ ആളുകളൊക്കെ വളരെ മിസ്കീന്മാരാ അല്ലേ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പോലുള്ളവരൊക്കെ ആരാ? മിസ്കീന്മാരാ. മഹാനായ അബൂ ഹുറൈറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ എന്താണ് ആ മദീന പള്ളി അന്ന് ഏതുകൊണ്ടാണ് ഉണ്ടാക്കിയ മട്ടലുണ്ടായി, ഈത്തപ്പന മട്ടൽ. അപ്പം അതിൻ്റെ മുകളിലാണ്, മസ്ജിദിൻ്റെ മുകളിലാണ് ആര് കിടക്കുന്നത്? അബൂ ഹുറൈറ പള്ളിയിൽ തന്നെ കിടക്കുന്നത് മുകളിലാണ്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ പിന്നെ പടപടോ പറഞ്ഞതിൻ്റെ ഉള്ളിലൂടെ ഒരു വീഴുകയാണ് താഴത്തേക്ക്. അപ്പോൾ നബി ചോദിച്ചു, എന്ത് പറ്റി അബൂ ഹുറൈറ, എന്ത് പറ്റി? അള്ളാഹുവിൻ്റെ റസൂലേ, അൽജു വിശപ്പാണ് റസൂലെ, വിശപ്പുകൊണ്ട് കിടക്കാൻ കഴിയില്ല, അതിൽ ഉരുണ്ട് മറിഞ്ഞ് വീഴാണ് റസൂലെ എന്ന്. അപ്പം ഈ രൂപത്തിലുള്ള പരമദരിദ്രരായ ആളുകളാണ് ആര്? പ്രവാചകന്റെ സഹാബത്ത് അനുയായികൾ. അവർക്ക് ലോകത്തിൻ്റെ ആധിപത്യമൊന്നുമില്ല. പിന്നെ കുറേ ആട്ടിടയന്മാരാണ്, ഇങ്ങനെയുള്ള ജോലി ചെയ്യണ ആട്ടിടയന്മാരൊക്കെയാണ് പ്രവാചകന്റെ അനുയായികൾ എന്ന് പറയുന്നത് അല്ലേ. കുറേ തോട്ടത്ത് വർക്ക് ചെയ്യണവരൊക്കെയാണ്. അപ്പോൾ അവർക്ക് ഒരു പ്രദേശത്തിൻ്റെ രാജാധിപത്യമോ സുൽത്താനോ മുൽക്കോ ഒന്നുമില്ല. അതില്ലാത്തത് കൊണ്ടാണോ അതിയെ പിന്നെ ഇസ്ലാം ദീനിലേക്ക് കടന്നു വരാത്തത്? അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അവർക്ക് ഓതിക്കൊടുക്കുകയാണത്, വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലുസ്സാലിഹാത്തി ലയസ്തഗ്ലിഫന്നഹും ഫിൽ അർദ്. വിശ്വസിക്കുകയും നിങ്ങളിൽ നിന്ന് വിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർക്ക് അല്ലാഹു തആല ഭൂമിയിൽ സ്വാധീനം നൽകും, അവരെ അല്ലാഹു തആല പ്രതിനിധിയാക്കും, ഖലീഫയാക്കും, അവർക്ക് ഭരണം നൽകും, ആധിപത്യം നൽകും എന്ന ആയത്ത് പിന്നെ അള്ളാഹുവിൻ്റെ റസൂല് ഓദിപ്പിച്ചു കൊടുക്കുകയാണ്. അദീ റളിയല്ലാഹു അൻഹു ഇതൊക്കെ കേട്ട് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ പറയുന്നുണ്ട്, എന്ത് അന്ന് ബാബിലോണിയൻ പിന്നെ കൊട്ടാരമൊക്കെയാണ് അന്നുള്ളത്, ആ കൊട്ടാരമൊക്കെ അറബികൾക്ക് കീഴിൽ വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇതൊക്കെ കേട്ട് അദീ ഇബ്നു ഹാത്തിം എന്ന് പറയുന്ന ആ രാജാവ് വീണ്ടും ജീവിക്കുന്നുണ്ട്. അദ്ദേഹം ആ ജീവിക്കണ കാലഘട്ടത്ത് പിന്നെ നബി പറഞ്ഞ ഈ വാക്ക്, മുസ്ലിങ്ങളിലേക്ക് സമ്പത്ത് ഒഴുകി വരും എന്നൊക്കെ നബി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ അദീ ഇബ്നു ഹാത്തിം പിന്നെ ഈ സംഭവം ശരിക്ക് കണ്ടുകൊണ്ടെടുക്കുകയാണ്. ഏത്? മഹാനായ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്ത് യുദ്ധത്തിൽ നിന്ന് കിട്ടിയ ആ സമ്പത്ത്, ഗനീമത്ത് സമ്പത്തൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് അത് സ്വീകരിക്കാൻ അർഹപ്പെട്ട ആളില്ലാതെയായി മാറിയെന്ന. അപ്പം നോക്കി നിങ്ങൾ, ഒരു കാലഘട്ടത്ത് പട്ടിണി കൊണ്ട് പടപടാന്ന് പറഞ്ഞ് വീണ ആളുകൾ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലമായപ്പോഴേക്കും ഇസ്ലാമിൻ്റെ ഒരുപാട് രാജ്യങ്ങൾ ഇസ്ലാമിൻ്റെ പരിധിയിൽ വന്ന് ആ സക്കാത്ത് വാങ്ങാൻ പോലും ആളില്ലാത്ത കാലം, അത്രയും സമ്പത്തിൻ്റെ വികസനമുണ്ടായി എന്ന്. അതാണ് ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ആലോചിക്കൂ, ഇങ്ങനെ ഓരോ കാര്യം പിന്നെ അദ്ദേഹം കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പറഞ്ഞ ആ പിന്നെ ബാബിലോണിയൻ സ്ത്രീ, മറ്റൊരു കാര്യം പറയുന്നുണ്ട്, ബാബിലോണിയയിലെ ആ കൊട്ടാരങ്ങളൊക്കെ ഇസ്ലാമിൽ വരും. ആ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്ത് വരുന്നുണ്ട്. അതേപോലെ തന്നെ അങ്ങകലെയുള്ള ബാബിലോണിയയിൽ നിന്ന് ഒരു സ്ത്രീ ഒട്ടകപ്പുറത്ത്
വളരെ ധൈര്യസമേതം ഉംറ ചെയ്യാൻ പിന്നെ കഅബയെ തവാഫ് ചെയ്യാൻ വേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. അതും അദീ ഇബ്നു ഹാത്തിം കാണുകയാണ്. അപ്പം നോക്കി നിങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആര് കാണുന്നുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഈ വാഗ്ദാനം അത് അദീ ഇബ്നു ഹാത്തിമിൻ്റെ കണ്ണിൽ അള്ളാഹു തആല കാണിച്ചു കൊടുക്കുകയാണ് പ്രവാചകൻ. അപ്പം പ്രവാചകൻ്റെ ഈ വാഗ്ദാനങ്ങളൊക്കെ പുലർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു സംഭവം കാണാം. മഹാനായ ഈ വാഗ്ദാനം ചെയ്യാണല്ലോ, എന്ത്? ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ്. പിന്നെന്താണ്? കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം. പിന്നെ അടുത്ത വാഗ്ദാനം എന്താണ്? വലയുമക്കിനന്ന ലഹും ദീനഹും. അടുത്ത വാഗ്ദാനം വലയുബദ്ദിനഹും മിൻ ബഅദി ഖൗഫിഹിം. ഈ മൂന്ന് വാഗ്ദാനങ്ങൾ അത് ലഭിക്കാൻ ക്വാളിഫിക്കേഷൻ എന്താ വേണ്ടത്? വിശ്വാസം വേണം, അമലുസ്സാലിഹാത്ത് വേണം. എങ്കിൽ അള്ളാഹ് ചെയ്ത വാഗ്ദാനം ലഭിക്കുന്നത്. മഹാനായ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്ത് ഖാലിദ് ബിൻ വലീദ് എന്ന് പറയുന്ന ഒരു എന്താണ് പറയുക, കമാൻഡർ, ആർമി കമാൻഡർ, അതിനെന്താ പറയുക, മേധാവി, സേനാനായകൻ അല്ലേ? അപ്പോൾ ഖാലിദ് ബിൻ വലീദ് എന്ന് പറയുന്ന ആ സേനാനായകന് ഒരുപാട് കാലം അദ്ദേഹം യുദ്ധം ചെയ്ത് ഒരുപാട് കീഴടക്കിയിട്ടുണ്ട്. ഭയങ്കര നേതാവാണ്. ഭയങ്കര യുദ്ധ തന്ത്രമൊക്കെ ഉള്ള ആളാണ് ആര്? ഖാലിദ് ബിൻ വലീദ് എന്ന് പറയുന്നത്. അപ്പം ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? അയാളുടെ സ്ഥാനത്ത് നിന്നിട്ട് കമാൻഡർ സ്ഥാനത്ത് നിന്ന് എന്ത് ചെയ്തു? ഒഴിവാക്കിയപ്പം ആ ഖാലിദ് ബിൻ വലീദ് ഭയപ്പെട്ടു. എന്താ എൻ്റെ അടുത്ത് എന്തെങ്കിലും തെറ്റു എന്നതുകൊണ്ടാണോ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഒഴിവാക്കി? അങ്ങനെ ഖാലിദ് ബിൻ വലീദ് മദീനയിലേക്ക് വന്നു. യാ അമീറുൽ മുഅ്മിനീൻ ഉമർ ലിമ അസൽതനി, എന്തിനാങ്ങൾ എൻ്റെ സ്ഥാനത്ത് നിന്ന്, എൻ്റെ ആ പൊസിഷനിൽ നിന്ന് എന്തിനാങ്ങൾ എന്നെ ഒഴിവാക്കിയത്? അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ അബാ സൽമാൻ. ഖാലിദ് ബിൻ വലീദിനെ വിളിക്കണ പേരെന്താ? അബൂ സൽമാന. അബൂ സൽമാനെ ഇന്നി ലഉഹിബ്ബുക, ഞാൻ എന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഒഴിവാക്കിയത്. വീണ്ടും അയാൾക്ക് സംശയം തീർന്നില്ല, വീണ്ടും ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ താങ്കൾ എന്തിനാണ് എന്നെ ഒഴിവാക്കിയത്? അപ്പോഴും ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നി ലഉഹിബ്ബുക, ഞാൻ ഇഷ്ടപ്പെടുന്നു, ഞാൻ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു. പിന്നെ മൂന്നാമതും ചോദിച്ചു, എന്തിനാങ്ങൾ എന്നെ ഒഴിവാക്കിയത്? ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്ത്? ജനങ്ങൾ ഖാലിദ് ബിൻ വലീദിൻ്റെ കാരണം ഭയങ്കര യുദ്ധ ധീരത ഉള്ള ആളാണ് ആര്? ഖാലിദ് അവിടെ ചെന്നാൽ വലീദ് റളിയല്ലാഹു അൻഹു അവിടെ ചെന്നാൽ എന്ത് ചെയ്യും? ശത്രുക്കൾക്കൊക്കെ ഭയങ്കര പേടിയാണ്. അപ്പം ഖാലിദ് ബിൻ വലീദിൻ്റെ നേട്ടം കൊണ്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ യുക്തി കൊണ്ടാണ്, അല്ലെങ്കിൽ അയാളുടെ ധീരത കൊണ്ടാണ് ഈ രാജ്യമൊക്കെ പിടിച്ചടക്കിയതെന്ന് ആളുകൾ എന്ത് ചെയ്യും? ആ ഖാലിദ് ബിൻ വലീദിലേക്ക് ആകർഷിക്കും അല്ലേ? ജനങ്ങളൊക്കെ അങ്ങോട്ട് ആകർഷിക്കും. അങ്ങനെ ഒരു ഫിത്ന ഉണ്ടാവും. അയാളുണ്ടായിട്ടാണ് അത് കിട്ടിയത്, ആ നേതാവ് ഉണ്ടായിട്ടാണ് അത് കിട്ടിയത് എന്ന ഒരു ആളുകൾ ധരിക്കും. അങ്ങനെ ഒരു ധാരണ സമൂഹത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് അയാളെ മാറ്റിയിട്ട് അബൂ ഉബൈദത്തുൽ ജറാഹ് എന്ന് പറയുന്ന സഹാബിയെ ആ സ്ഥാനത്ത് വെക്കണേ. ഖാലിദ് എന്ന് പറയുന്ന ഈ ഒരു കാര്യത്തിൽ വളരെ ശിദ്ധത്തോടുകൂടി പിടിച്ച ആ വള്ളിയിൽ ഉറച്ചവിടെ നിൽക്കും. എന്നാൽ അബൂ ഉബൈദത്തുൽ ജറാഹോ അയാൾ കുറച്ച് സോഫ്റ്റാണ് ആ പെരുമാറ്റത്തിലൊക്കെ. മറ്റേയാൾ ശിദ്ധത, ആ ധീരതയോട് കൂടി അയാൾ അവിടെ കുറച്ച് നിൽക്കും. അപ്പം ആളുകൾ അദ്ദേഹത്തിൽ ആകർഷിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ ഒഴിവാക്കി. അപ്പം സ്നേഹം കൊണ്ടാണ് യഥാർത്ഥത്തിൽ വിജയം എന്ന് പറയുന്നത് ഖാലിദിൻ്റെയോ ഉമറിൻ്റെയോ അബൂ ഉബൈദത്തുൽ ജറാഹിൻ്റെയോ യോഗ്യത കൊണ്ടല്ല ഇസ്ലാമിന് വിജയം കിട്ടുന്നത്. വിജയം എവിടുന്ന് വരുന്നതാണ്? അള്ളാഹ് വാഗ്ദാനം ചെയ്തതാ. എന്താ അള്ളാഹു തആല വാഗ്ദാനം ചെയ്തത്? അള്ളാഹുവിൻ്റെ വാഗ്ദാനം എന്താണ്? വമാ ജഅലഹുല്ലാഹു ഇല്ലാ ബുശ്റ അല്ലേ, വലിതത്മഇന്ന ഖുലൂബുക്കും വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ്. യഥാർത്ഥ വിജയം വരുന്നത് അള്ളാഹിൻ്റെ പക്കൽ നിന്നാണെന്നാ. എൻ്റെ യോഗ്യത കൊണ്ടൊന്നല്ല അല്ലേ, ഞാൻ പ്രസിഡന്റ് ആയതുകൊണ്ടൊന്നും അല്ല ഇപ്പം ഇതിങ്ങനെ ചലിക്കണത്. റബ്ബിൻ്റെ സഹായമാണ്. ആ റബ്ബിൻ്റെ സഹായം ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യണത്? ഈ ക്ലാസ് ഇങ്ങനെ നടന്നു പോണത്, ഈ പ്രസ്ഥാനം ഇങ്ങനെ നടന്നു പോണത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥ വിജയം ആരെടുത്തുന്ന? അള്ളാഹിൻ്റെ സഹായമാണ്.
അത് ജനങ്ങളെ പഠിപ്പിക്കാനാണ് എന്ത് ചെയ്തത്? ഖാലിദ് ബിൻ വലീദിനെ ആരെ തൽക്കാലം മാറ്റി നിർത്തിയത്? ഉമർ റളിയല്ലാഹു അൻഹു മാറ്റി നിർത്തി. നോക്കി നിങ്ങൾ, വഅദല്ലാഹുല്ലദീന ആമനു മിൻകും, നിങ്ങളിൽ നിന്ന് വിശ്വാസ എന്ന് പറയുന്ന ആ യോഗ്യതയുള്ള ആളുകൾക്കും അമലുസ്സാലിഹാത്ത് പ്രവർത്തിച്ചവർക്കും ഭൂമിയിൽ അവൻ എന്ത് ചെയ്യും? അവരെ അല്ലാഹു തആല ഖലീഫയാക്കുക തന്നെ ചെയ്യും, പ്രതിനിധിയാക്കുക തന്നെ ചെയ്യും, സ്വാധീനം നൽകുക തന്നെ ചെയ്യും എന്ന് പറയാനുള്ള. ഇനി അള്ളാഹിൻ്റെ സഹായം കിട്ടിയാൽ അള്ളാഹിനെ പരാജയപ്പെടുത്താൻ ആർക്കെങ്കിലും സാധിക്കോ? ഇൻ യൻസുറുക്കുമുല്ലാഹ് ഫലാ ഗാലിബ ലക്കും. അള്ളാഹ് നിങ്ങളോട് സഹായിക്കാൻ തീരുമാനിച്ചാൽ അള്ളാഹിനെ പരാജയപ്പെടുത്താൻ ലോകത്തൊരു വ്യക്തിക്കും സാധിക്കൂല എന്നില്ല. വ ഇൻ യഖ്ദുലുക്കും, അള്ളാഹ് കൈയൊഴിഞ്ഞാലോ എല്ലാ അനുയായി വൃന്ദവും ഈ രാജ്യം മുഴുവൻ ഉണ്ടായിട്ടും കാര്യമല്ല. ഫമൻ സല്ലദി യൻസുറുക്കും മിൻ ബഅദി, അള്ളാഹ്ക്ക് ശേഷം നിങ്ങൾക്ക് സഹായം കിട്ടാൻ ആർക്കാ സാധിക്കും? ഒരാൾക്കും നിങ്ങൾക്ക് സഹായം തരാൻ സാധിക്കില്ല. അതുകൊണ്ട് വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, യഥാർത്ഥ വിശ്വാസികൾ എന്ത് ചെയ്യണം? അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ടായിരിക്കണം ഓരോ കാര്യം ചെയ്യേണ്ടത് എന്നതാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി മറ്റൊന്ന്, നമ്മളെ വിഷയം വഅദല്ലാഹ്, ഞാൻ പറഞ്ഞ അതിലേക്ക് പോവാണ് കേട്ടോ. വഅദല്ലാഹ്, പിന്നെന്താണ്? വഅദല്ലാഹുല്ലദീന ആമനു മിൻകും, അല്ലേ? ഇവിടെ ഇപ്പം ഈ അല്ലദീന ആമനു അത് നിങ്ങൾ മറക്കാൻ പാടില്ല. അല്ലദീന ആമനു മിൻകും, ഇവിടെ ഇതിപ്പോൾ ഒരു സർക്കിളാണല്ലോ. ഇതൊരു സർക്കിളല്ലേ? ഈ ഒരു സർക്കിള്, ഇതിലിപ്പോൾ ആരാളുള്ളത്? മുഅ്മിനൂൻ. ഇനി ആ മുഅ്മിനൂൻ്റെ പിന്നെ ഇതിങ്ങനെ ആ സർക്കിൾ കൂടുന്നതിന് അനുസരിച്ച് എന്താവും? ആ മുഅ്മിന് എന്ന് പറയുന്ന ആ സർക്കിളിൻ്റെ ഇതിങ്ങനെ കുറഞ്ഞു വരികയാണ് ചെയ്യാന്ന. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? അതിനൊരു ഉദാഹരണം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയണ എന്താ പറയണത്? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. കണ്ടോ? വിശ്വാസികൾ തീർച്ചയായും വിജയം വരിച്ചു. എന്നിട്ട് പറയണ എന്താ? അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അപ്പൊ കണ്ടോ, വിശ്വാസികൾക്ക് അല്ലാഹു തആല ഒരു നിബന്ധനയോടും കൊടുത്തു. ഈ നിബന്ധനയോടും കൊടുത്തു. എന്താണ്? നമസ്കാരത്തിൽ ഭക്തിയുള്ളവരാണ്. അപ്പോൾ വിശ്വാസമുണ്ട്, നിസ്കാരമില്ലെങ്കിലോ? അല്ലദീന ആമനു. അപ്പൊ എല്ലാ വിശ്വാസികളും യഥാർത്ഥ വിശ്വാസികളാണോ? അല്ല. ഇനി അടുത്ത നോക്കി, വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. സൂറത്ത് മുഅ്മിനൂൻ അല്ലേ? വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. വേണ്ടാത്ത സംസാരത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നവരാണ് വിശ്വാസികൾ. അപ്പം ഞാൻ നിസ്കരിക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ നാവെടുത്താൽ ആ നിസ്കാരം മുഴുവൻ ബാത്തിലാക്കണ വർത്താനം എൻ്റെ നാവും തീരും. അപ്പം എൻ്റെ വിശ്വാസത്തിൻ്റെ ഇതെന്തായി? ഒന്നുകൂടി ചുരുങ്ങി. കൂടിയല്ലേ? കൂടിയല്ല, ചുരുങ്ങാണ് കേട്ടോ. പിന്നെ ആ സർക്കിൾ ചുരുങ്ങി വരികയാണ്. പിന്നെ അടുത്ത് പറയണ എന്താ? വല്ലദീനഹും ലിസ്സക്കാത്തി ഫാഇലൂൻ. ആ സക്കാത്ത് നൽകുന്നവരാണ് ആര്? വിശ്വാസികൾ. അപ്പൊ വിശ്വാസിക്കുന്ന ഒന്നാമത്തെ ഗുണം എന്തു വേണം? നമസ്കാരത്തിൽ ഭക്തി വേണം. രണ്ടാമത്തത് അനാവശ്യ വർത്തമാനങ്ങളിൽ നകന്നു നിൽക്കണം. മൂന്നാമത്തത് സക്കാത്ത് കൊടുക്കണം. നിസ്കരിക്കണൊക്കെ ഉണ്ടാവും, മുന്നിലെ സെഫിലുണ്ടാവും. സക്കാത്ത് കിട്ടി പറയുമ്പോഴത്തിന് തലയോറി എനിക്ക് അത് മാത്രം എന്നോട് പറയരുത് അല്ലേ? ബാക്കിയൊക്കെ നിങ്ങൾ ചോദിച്ചോളി. അപ്പം ഞാനെന്താ ഈ സർക്കിളിൽ നിന്ന് എന്തായി? കുറച്ചുകൂടി ചുരുങ്ങി, പിന്നെ വീണ്ടും ചുരുങ്ങും. അങ്ങനെ ചുരുങ്ങി പോണ അവസ്ഥ ഉണ്ടാവും. അതാണ് വല്ലദീന ആമനു മിൻകും. പിന്നെ പറയാം വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ. അവരുടെ ഗുഹ്യസ്ഥാനം കാത്ത് സൂക്ഷിക്കുന്നവരാണ് ആര്? വിശ്വാസികൾ. ഒക്കെ ഉണ്ടാവും, സക്കാത്തൊക്കെ കൊടുക്കുന്നുണ്ടാവും. പക്ഷെ ഞാൻ ടൂർ പോകണ ഒടുക്കേക്കാരം വേറെ ഏതെങ്കിലും രാജ്യത്തേക്കേക്കാരം അവിടെ പോയിട്ട് ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾ കാണപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന്?
വേണ്ടാത്തൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടാവും. അധിക സാഫർ ഗുണമൊക്കെ പലരും അതിനാ, നിങ്ങളല്ല കേട്ടോ, നിങ്ങൾ ഇതിനുണ്ടായൊരു സാഫർ ചെയ്യണം. വല്ലദീനഹും ലി ഫുറൂജിഹിം ഹാഫിളൂൻ അല്ലേ. അപ്പം ഇങ്ങനെ പല സംഭവങ്ങളുണ്ട്, അതൊന്നും ഇവിടെ പറയാൻ പറ്റൂല എന്ന് മാത്രം. വല്ലദീനഹും ലി ഫുറൂജിഹിം ഹാഫിളൂൻ. ആ സന്ദർഭത്തിൽ അങ്ങനെ യാത്ര പോയി അത് ചെയ്തുകൊണ്ടിരിക്കെ മരണപ്പെട്ട ആളുകളൊക്കെ ഉണ്ട് ഇവിടെ, അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഗുഹ്യസ്ഥാനം സൂക്ഷിക്കേണ്ട ആ ഗുഹ്യസ്ഥാനം സൂക്ഷിക്കുന്നവരാണ്, കാത്തു സൂക്ഷിക്കുന്നവരാണ് ആര്? വിശ്വാസികൾ. പിന്നെയും കൊടുക്കുക, അതിനൊരു സർക്കിൾ കൂടി. എന്താണ്? വല്ലദീനഹും, അതിൻ്റെ അടിയിൽ കുറേ ഉണ്ട്. പിന്നെ അവരുടെ യോഗ്യത പറയുന്നത് വല്ലദീനഹും ലി അമാനാത്തിഹിം വ അഹ്ദിഹിം റാഊൻ, അങ്ങനെ തന്നെയല്ലേ. അവരുടെ അമാനത്തുകളും കരാറുകളും എന്ത് ചെയ്യുന്നതാണ്? റാഊൻ എന്ന് പറഞ്ഞാൽ പാലിക്കുന്നവരാണ് അല്ലേ. അമാനത്തും കരാറും പാലിക്കുന്നവരാണ് അവർ. അപ്പോൾ നമ്മൾ നിസ്കാരമുണ്ട്, ഞാൻ സക്കാത്തും കൊടുക്കുന്നുണ്ട്, പിന്നെ എൻ്റെ നാവൊന്നും വലിയ ഇതില്ല, പക്ഷേ എന്തെങ്കിലും കരാർ ചെയ്താൽ എന്ത് ചെയ്യും? ലംഘിക്കും. അപ്പോഴും വിശ്വാസത്തിൻ്റെത് കുറഞ്ഞു. പിന്നെ പറയാം ഉലായിക്ക, പിന്നെ ഒന്നുകൂടി ഉണ്ടല്ലോ. വല്ലദീനഹും അലാ സ്വലവാത്തിഹിം യുഹാഫിളൂൻ. അവരുടെ നമസ്കാരങ്ങളെ എന്ത് ചെയ്യണം? കൃത്യമായി അനുഷ്ഠിക്കുന്നവരാണ് ആര്? വിശ്വാസികൾ. എപ്പോഴെങ്കിലുമൊക്കെ പോയി അസറും ഇശാവും ഇതും ഒക്കെ പാടമായി ഇശാന്റെ സേരത്ത് രാവിലെ അങ്ങോട്ട് പിന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് ഉറങ്ങിയാൽ സുബിയുമില്ല, ജുമയുമില്ല, അസറുമില്ല, മരിവുമില്ല, എപ്പോഴും എണീച്ച് ഇശാബാങ്കൊക്കെ കഴിഞ്ഞിട്ട് അല്ലേ. എൻ്റെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങളിൻ്റെ. ഞാൻ അങ്ങനെ കിടക്കുകയാണെങ്കിൽ എന്താണ്? നമസ്കാരം അതിൻ്റെ കൃത്യനിഷ്ഠയോടെ നിർവഹിക്കാത്തവർ വിശ്വാസി എന്ന ഗണത്തിൽ പിന്നെ ചുരുങ്ങി. വിശ്വാസി എന്ന് ഓനെ പറയും, പക്ഷേ യഥാർത്ഥ വിശ്വാസി അള്ളാൻ്റെ പ്രോമിസ് ലഭിക്കണ വിശ്വാസി ആരേ ഉള്ളൂ? ഈ പറഞ്ഞ യോഗ്യത ഒക്കെ വേണം. അതുകൊണ്ടാ മിൻകും, ഞാൻ ഇപ്പം എന്ത് പറയാനാപ്പം ഇതൊക്കെ പറഞ്ഞത്? നിമിൻകും, നിങ്ങളിൽ നിന്ന് എല്ലാവരും അല്ല. വിശ്വാസി പല ഐറ്റം ഉണ്ടാവും അല്ലേ. വിശ്വാസി പല ഐറ്റം ഉണ്ടാവും. നിസ്കാരം കൃത്യമായിട്ട് ഒക്കെ പാടെ ഒന്ന് നിസ്കരിക്കണവരും ഉണ്ടാവും, സക്കാത്ത് കൊടുക്കണവരും ഉണ്ടാവും, കൊടുക്കാത്തവരുണ്ടാവും അല്ലേ. പിന്നെ നാവെടുത്താൽ അസഭ്യം പറയുന്നവരുണ്ടാവും, വേണ്ടാത്ത അപ്പം ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ കുറേ ഉണ്ടാവും, കുറേ ഉണ്ടാവില്ല. അവരെന്ത് പറയൂല? വഅദല്ലാഹുല്ലദീന ആമനു മിൻകും എന്ന കൂട്ടത്തിൽ പെടൂല. അപ്പം ഈ അള്ളാന്റെ വാഗ്ദാനം, അള്ളാന്റെ പ്രോമിസ് ലഭിക്കണമെങ്കിൽ പരിപൂർണമായ ആ സർക്കിള് എന്താവണം? വിശ്വാസത്തിന്റെ സർക്കിള് പരിപൂർണമാണ്. അതിനാണ് അള്ളാഹുത്തല പിന്നെ അവിടെ മിൻകും എന്ന പദം കൊണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാ വിശ്വാസികൾക്കും കിട്ടൂല എന്നതിൻ്റെ അർത്ഥം. മിൻകും എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ ചിലർക്ക് മാത്രമേ അള്ളാന്റെ ഈ വായത, അള്ളാന്റെ ഈ പ്രോമിസ് ലഭിക്കുകയുള്ളൂ. നോക്കി നിങ്ങൾ ആ വിശുദ്ധ ഖുർആനിൻ്റെ ആ പദപ്രയോഗം എത്ര ഫിറ്റായിട്ടാണ് അള്ളാഹു താല അവിടെ ഫിറ്റ് ചെയ്തത്. ആ മിൻകും എന്ന് ആണില്ലെങ്കിൽ ഞാനും നിങ്ങളൊക്കെ ആ വാഗ്ദാനം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടും. നമ്മളതിന് ഒഴിവാകണം. എന്തുകൊണ്ടാ? ഈ പറഞ്ഞ വല്ലദീനാമനു എന്നതിൽ നമ്മൾക്ക് പലയിടത്തും മൈനസ് മാർക്ക് ഉണ്ട്. മൈനസ് മാർക്ക് ഉണ്ടാകുമ്പം അള്ളാഹുവിൻ്റെ ഈ പ്രോമിസ് നമുക്ക് ലഭിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പം നമ്മുടെ വിശ്വാസത്തിൻ്റെ ആ സർക്കിൾ ഇങ്ങനെ ഇടുങ്ങി 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 ഇങ്ങനെ വരികയാണ് അല്ലേ. വിശ്വാസിയുടെ ഗണത്തിലുണ്ട്, പക്ഷെ ആ സർക്കിൾ ഇങ്ങനെ കുറഞ്ഞ് 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 വരികയാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ആ വാഗ്ദാനം, അള്ളാഹുവിൻ്റെ ആ വഅദ നമുക്ക് ലഭിക്കാതെ പോകുന്നത്. മനസ്സിലായപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സൂത്രം? വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം അള്ളാഹ് പറഞ്ഞ വിശ്വാസത്തിൻ്റെ യോഗ്യത ആർക്കുണ്ടോ ആ യോഗ്യത ഉള്ളവർക്ക് അള്ളാഹു പറഞ്ഞ ഓഫർ, അള്ളാഹു പറഞ്ഞ പ്രോമിസ് അത് ലഭിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഒരു ചോദ്യം വരും, ഈ ദുനിയാവിലുള്ള എല്ലാ മനുഷ്യന്മാരും നല്ല അള്ളാഹ് പറഞ്ഞതുപോലുള്ള വിശ്വാസിയായി എന്ന് കൂട്ടുക എങ്കിലെന്താ? ഓൽക്കൊക്കെ അള്ളാഹു ഇത് കൊടുക്കും. അള്ളാഹ് പറഞ്ഞ ഈ ഓഫർ കൊടുക്കും. ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ്. പിന്നെന്താണ്? പിന്നെ രണ്ടാമത്തെ ഓഫർ വലയുമക്കിനന്ന ദീനഹുമുല്ലദി ഇർതലാലഹും. പിന്നെ വലയുബദ്ദിനന്നഹും മിൻ ഖൗഫിഹിം മിൻ ബഅദി ഖൗഫിഹിം
അംന. ഈ 3 കാര്യമാണ് അള്ളാഹ് കൊടുക്കും എന്ന് വാദ ചെയ്ത്. ഈ 3 കാര്യം കിട്ടും ആർക്ക്? യഥാർത്ഥ അള്ളാഹ് പറഞ്ഞ ആ യോഗ്യതയുള്ള വിശ്വാസിയാവണം. അതില്ലെങ്കിൽ എന്തുണ്ടാവില്ല? ഓനതിനർഹനല്ല. അതാണ് ആ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. ഈ എന്തൊക്കെ യോഗ്യതയാണ് വേണ്ടത്? അതും വേണമല്ല. അള്ളാഹ് പറഞ്ഞ വിശ്വാസത്തിൻ്റെ യോഗ്യത ഏതൊക്കെ വേണം? ആ വിശ്വാസം ഒരു മനുഷ്യൻ്റെ എ മുതൽ Z വരെയുള്ള എന്തൊക്കെ പ്രവർത്തനങ്ങളുണ്ടോ ആ പ്രവർത്തനത്തിലൊക്കെ വിശ്വാസം നിലച്ച് കാണണം അല്ലേ? ആ വിശ്വാസമാണ് പിന്നെ സലഫു സാലികളായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനുണ്ടായിരുന്ന വിശ്വാസം. അള്ളാഹുവിൻ്റെ റസൂലിനോടൊക്കെ മുഖറബായ ആ മനുഷ്യന്മാർക്കുണ്ടായിരുന്ന വിശ്വാസം ആ വിശ്വാസമാണ്. അതേപോലെ തന്നെ അവരുടെ സമ്പത്തും അവരുടെ ശരീരവും ഒക്കെ ആ സഹാബാക്കൾ വിറ്റു അല്ലേ? അള്ളാഹ്ക്ക് വേണ്ടി വിറ്റു എന്നാ പറയുന്നത്. ആ വിറ്റത് ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരു ബൈറൂഹ എവിടെയും അത് ഇവിടുന്ന് പറഞ്ഞ് വേറെ എവിടെയാണ് അല്ലേ? നിങ്ങൾക്കറിയില്ലേ ആരുതേനു ബൈറൂഹാത്തോട്ടം? അബൂ തൽഹ അല്ലേ? അബൂ തൽഹ എന്ന് പറയുന്ന ഒരു സഹാബി. ആ സഹാബി പിന്നെ വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തിറങ്ങാണ്. ഏത്? ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബുൻ. അങ്ങനെയല്ല ആയത്ത്? നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് പുണ്യം ലഭിക്കില്ല, പുണ്യം കൊയ്തെടുക്കാൻ സാധ്യമായ അല്ല എന്ന ആയത്തിറങ്ങിയപ്പം അബൂ തൽഹക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തോട്ടമാണ് ബൈറൂഹ. എവിടെയാണ് ആ ബൈറൂഹ? മസ്ജിദ് നബിയുടെ മുഖാബലയിൽ നേരെ ഓപ്പോസിറ്റ്. അങ്ങനെ കണ്ടാൽ ആളുകൾ ഇങ്ങനെ കൺകുളിർമുണ്ടാവും. അങ്ങനെ കായ്ച്ചു നിൽക്കുന്ന തോട്ടം, നല്ല വരുമാനം ലഭിക്കുന്ന തോട്ടം, നല്ല സുന്ദരമായ ബ്യൂട്ടിഫുള്ളായ തോട്ടം, എല്ലാവരും ആകർഷിക്കുന്ന തോട്ടം. ഈ ആയത്താട് ഇറങ്ങിയപ്പം അബൂ തൽഹ റളിയല്ലാഹു അൻഹു നബിൻ്റെ സന്നിധിയിലേക്ക് പോയി പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തോട്ടം അതാണ്, സമ്പത്ത് അതാണ്, അത് ഞാൻ ഇസ്ലാമിന് വേണ്ടി ദീനിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? മാലുൻ റാബിഹ, ഏറ്റവും ലാഭം ലഭിക്കുന്ന ഒരു ഇതാണ് ഏത്? ആ പണി എന്നുള്ളതാണ്. സദക്ക കൊടുക്കാൻ പറഞ്ഞപ്പോൾ സദക്ക കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ തന്നെ ബനു അമ്മ് ഗോത്രത്തിലൊക്കെ പെട്ട കുറേ ഫുഖറാക്കളുണ്ട്, അവർക്ക് വേണ്ടി വിതരണം ചെയ്യാൻ വേണ്ടി ആവശ്യം. അപ്പം നമ്മുടെ വിഷയം അവരുടെ സമ്പത്തും അവരുടെ ശരീരവുമൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ ചെലവഴിച്ചത് അവരുടെ വിശ്വാസത്തിൻ്റെ ധാർഢ്യത മൂലമാണ്. അല്ലെങ്കിൽ ചെലവഴിക്കാൻ കഴിയില്ല അല്ലേ? സമ്പത്ത് ചെലവഴിക്കണോടത്ത് അള്ളാഹുവിൻ്റെ റസൂല് അർശിൻ്റെ തണലേകുന്ന 7 വിഭാഗത്തിൽ ഒരു വിഭാഗത്തെ എട്ടിയതെന്താ? പിന്നെ വലത്തെ കൈ കൊടുക്കുന്നത്, ഇടത്തെ കൈ പോലും അറിയാതെ കൊടുക്കണവർക്കാണ് അർശിൻ്റെ തണൽ കിട്ടുക എന്ന് പറയുന്നത്. അപ്പം അതൊക്കെ ആ ഒരു ഇത് ഉണ്ടാവണമെങ്കിൽ എന്തു വേണം? അടിയുറച്ച വിശ്വാസം വേണം. അപ്പം എന്തിനാപ്പം ഞാൻ പറഞ്ഞത്? നമ്മുടെ വിശ്വാസം പ്രവർത്തനത്തിലേക്ക്, നമ്മുടെ അവയവങ്ങളിലൂടെ ആ പ്രവർത്തനത്തിലേക്ക് കടന്നാലേ ആ വിശ്വാസമാവുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അറകളും സെല്ലുകളും കോശങ്ങളും അതിലൊക്കെ വിശ്വാസം വേണം, വിശ്വാസത്തിൻ്റെ ഭാഗം വേണം എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ വികാരത്തിലും വിചാരത്തിലും നമ്മൾ എങ്ങോട്ട് ചായുന്നോ പോകുന്നോ അവിടെയൊക്കെയും നമ്മുടെ ഊർജത്തിലും നമ്മുടെ എല്ലാ പ്രവർത്തനത്തിലുമൊക്കെ ആ വിശ്വാസം നിയലിച്ച് കാണുന്നുവെങ്കിൽ അതാണ് അള്ളാഹുവിൻ്റെ ആ ഓഫർ, അള്ളാഹുവിൻ്റെ ആ വഅദ, പ്രോമിസ്, അത് കരസ്ഥമാക്കാനുള്ള ഏറ്റവും വലിയ യോഗ്യത. അപ്പം നമുക്ക് എന്തുകൊണ്ട് കിട്ടണില്ല? ഞാൻ നിസ്കരിക്കണ്ടല്ലോ, ഞാൻ വിശ്വാസിയാണല്ലോ, ഒക്കെ ശരി. പക്ഷേ അള്ളാഹ് പറഞ്ഞ അല്ലദീന ആമനു എന്ന് പറഞ്ഞ അള്ളാഹ് നിർത്തിയിട്ടില്ല. മിൻകും എന്ന ആ ഗണത്തിൽ ഞാനുങ്ങളുണ്ടോ എന്ന് നമ്മൾ പിന്നെ സൂക്ഷിക്കണം. അതുകൊണ്ടാണ് അല്ലാഹു തആല വഅദല്ലാഹു അല്ലദീന ആമനു മിൻകും, പിന്നെന്താ പറയുന്നത്? വഅമിലുസ് സാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കും. എന്താ ഈ വിശ്വാസവും സൽക്കർമ്മവും തമ്മിലുള്ള ബന്ധം എന്താ? അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ 200-ലധികം ആയത്തുകളിലായി വിശ്വാസവും സൽക്കർമ്മവും അന്വരിച്ച് പറഞ്ഞു കാണാം. കാരണം എന്താ? വിശ്വാസം മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, അമലുസ്സാലിയാത്ത് ഇല്ലെങ്കിൽ, അമലുസ്സാലിയാത്തും ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല വിശ്വാസം ഇല്ലെങ്കിൽ. രണ്ടും നമ്മൾ കാണണല്ലേ അല്ലേ? യഥാർത്ഥ വിശ്വാസത്തോടു കൂടി സൽക്കർമ്മം പ്രവർത്തിക്കുമ്പോഴേ എന്തുണ്ടാവുള്ളൂ? അത്
അള്ള പറഞ്ഞ ഈ പ്രോമിസ് നമുക്ക് കിട്ടുള്ളൂ അല്ലേ. അപ്പം ആ വിശ്വാസവും വേണം, ആ വിശ്വാസം അമലുസാലിയാത്തിലൂടെ കാണും വേണം. അതുകൊണ്ടാണ് 200-ലധികം. അല്ലെങ്കിൽ എന്താ, ഇവിടെ കുറേ മരങ്ങളില്ലേ, എല്ലാ മരത്തുമ്മലും കായ്ക്കനികൾ ഉണ്ടാവുമോ, ഫലം ഉണ്ടാവുമോ? ഇല്ല. എല്ലാത്തുമ്മ മാങ്ങ ഉണ്ടാവുമോ? മാങ്ങ ഇല്ലാത്ത എത്ര മരമുണ്ട്. എന്താ അതിനോട് കാര്യം? ഇതേപോലെയാണ്, കുറേ വിശ്വാസികൾ ഉണ്ടാവും, എന്തുണ്ടാവില്ല, ഫലം ഉണ്ടാവില്ല അല്ലേ. കുറേ പ്രവർത്തിക്കണമുണ്ടാവും, കായ്ക്കനികൾ ഉണ്ടാവില്ല, പറിച്ചെടുക്കാൻ കഴിയില്ല. എവിടുന്ന്? പരലോകത്തിലുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ രണ്ടും വേണം, വിശ്വാസം വേണം, സൽക്കർമ്മം വേണം. അത് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും അല്ലാഹു തആല? എന്താ തരുന്നത്? ലയസ്തഗ്ലിഫന്നഹും, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഒരർത്ഥം ഖലീഫയാക്കും, പ്രതിനിധിയാക്കും, പ്രാതിനിധ്യം നൽകും എന്നൊക്കെയാണ്. ഖലീഫ ഖലീഫ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വേഗം ഓർമ്മ വരിക എന്താ? ആദം നബിയുടെ ആ സംഭവം. അതോടൊപ്പം ഇന്നി ജാഇലും ഫിൽ അർദി ഖലീഫ എന്ന് അല്ലാഹു തആല ആദം നബിയെ അഭിസംബോധനം ചെയ്ത് പറയുന്നുണ്ട് അല്ലേ. ഇന്നി ജാഇലും ഫിൽ അർദി ഖലീഫ മുഹമ്മദ് നബിയോട് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ആ ഖലീഫ എന്ന് പറയുന്നത് എന്താ? ഭൂമിയിൽ പ്രാതിനിധ്യമുള്ള, ഭൂമിയിലെ നീതിയൊക്കെ നടപ്പാക്കാൻ കഴിയണ ഒരു മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിനാണ് ഖലീഫ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഇവിടുത്തെ ഭരണകർത്താക്കളി എന്താ വിളിക്കല്? ഖലീഫ അല്ലേ. നമ്മളെ ഒരു പഞ്ചായത്തിൻ്റെയോ ഒരു ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയോ അല്ലെങ്കിൽ ജില്ലയുടെയോ സംസ്ഥാനത്തിൻ്റെയോ ഒക്കെ ഇതിൽ പെടും. അവരുടെയൊക്കെ ജോലി എന്താ? ഭരണം നടത്തുക എന്നുള്ളതാണ്. ആ ഭരണം നടത്തുന്നിടത്ത് അതിൻ്റെ ആ ഇസ്തിഖ്ലാഫ് എന്ന് പറഞ്ഞിടത്ത് ഒരുപാട് ആശയങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ഒന്നാമത് വേണ്ടത് നീതി സ്ഥാപിക്കാനായിരിക്കണം അവർ ശ്രമിക്കേണ്ടത്. നീതി ഇല്ലാത്തൊരു ഭരണം എന്തല്ല, ഖലീഫ എന്നതിൽ പെടൂല. നീതി ഉണ്ടാവണം എന്നുള്ളതാണ്. 2, ഓൽക്കൊരു ഉദ്ദേശം വേണം. എന്ത് ഉദ്ദേശം? ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടിയായിരിക്കണം അവർ. എന്താ അവരുടെയൊക്കെ ലക്ഷ്യം? എന്താ ലക്ഷ്യം? ഈ നാട്ടിൽ നീതി നടപ്പാക്കുന്നതോടൊപ്പം എനിക്ക് ആ പരലോകത്ത് വിജയം ലഭിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. അതാണ് ലയസ്തഖ്ലിഫന്നഹും എന്ന് പറഞ്ഞതിലുള്ള മറ്റൊരു. പിന്നെ ഇത്തരം ആളുകൾ വ്യക്തമായ അറിവോടു കൂടിയും അതേപോലെ തന്നെ ഹിക്മത്തോടു കൂടിയും ജ്ഞാനത്തോടു കൂടിയും കാരുണ്യത്തോടു കൂടിയും പ്രവർത്തിക്കണം എന്നുള്ളതും ആ ഖലീഫ ഇസ്തിഖ്ലാഫ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥത്തിൽ പെടും. ഇങ്ങനെയൊക്കെ ആകുമ്പോഴാണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള ആ ഇസ്തിഖ്ലാഫിൻ്റെ ആ ലെവലിലേക്ക് ആ മനുഷ്യൻ എത്തിപ്പെടുന്നത്. അതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ, ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ വികസനം, അതും ഇസ്തിഖ്ലാഫിൻ ഇതിൻ്റെ അർത്ഥത്തിൽപ്പെട്ട തന്നെയാണ്. തഅമീറും ഇസ്ലാഹുമൊക്കെ. എന്താ ഈ തഅമീർ അറിയുന്നത്? വികസനം ഉണ്ടാക്കുക. എന്തൊക്കെ വികസനമാണ്? നാട്ടിൽ റോഡ് ഉണ്ടാക്കുക, ഹോസ്പിറ്റൽ ഉണ്ടാക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ. അതൊക്കെ അവരുടെ ജോലിയാണ്. അതോടൊപ്പം തന്നെ മനുഷ്യ മനസ്സുകൾക്ക് ആവശ്യമായ പരലോക വിജയത്തിനാവശ്യമായ ശുദ്ധീകരണവും കൊടുക്കണം. അതാണ് അല്ലാഹു തആല ലയസ്തഗ്ലിഫന്നഹും എന്ന് പറഞ്ഞതിൽ ഈ ഒരാശയം കൂടി വേണം. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഇതൊക്കെ പോരാ. നീതി നടപ്പാക്കുന്നതോടൊപ്പം എന്ത് വേണം? ആളുകൾക്ക് തുമഅനീനത്ത്, സമാധാനവും ശാന്തി ഉണ്ടാക്കണം. ആ സമാധാനവും ശാന്തി ഉണ്ടാക്കുമ്പോൾ മാത്രമേ ഒരു ഖലീഫ ലയസ്തഗ്ലിഫന്നഹും എന്ന് പറഞ്ഞ ആ വിഭാഗത്തിൽ പെടുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഒന്നുകൂടി വായിച്ചു നോക്കിയാൽ നിങ്ങൾ, വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും മിൻ ഖബലി. അത് മതി. ഞാൻ അടുത്ത ബാക്കി കുറച്ചുണ്ട്, അത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കും. എന്താണ് വലയുമക്കിനന്ന ലഹും ലഹും, അതൊക്കെ നമുക്ക് അടുത്തതിലാക്കാം അല്ലേ. സമയം കഴിഞ്ഞില്ലേ? സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.